ഉത്തർപ്രദേശിലെ കാൺപൂരിലെ ധ്രുവ്നഗറിലെ പിത്തൂർ ഏരിയയിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ജാനുവരി 18, 2025 രാവിലെ ഒരു 6 മണി ടൈമൊക്കെ ആയിട്ടുണ്ടാവും. ഷബാന എന്ന് പറയുന്ന 42 വയസ്സുകാരിയുടെ ഒച്ച കേട്ടിട്ടാണ് നൈബേഴ്സ് എല്ലാവരും കൂടെ അവരുടെ വീട്ടിലോട്ട് ഓടിച്ചെന്നത്. അവരവിടെ എത്തി നോക്കുമ്പോൾ കട്ടിലിൽ ഷബാനയുടെ ഭർത്താവായിട്ടുള്ള ആബിദ് അലി മരിച്ചു കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. ഹാർട്ട് അറ്റാക്കിലാണ് തൻ്റെ ഹസ്ബൻഡ് മരിച്ചത് എന്നുള്ളൊരു കാര്യം അവർ പറയുന്നുണ്ടായിരുന്നു. അതിനിടയിൽ തൻ്റെ ബ്രദറായിട്ടുള്ള സലീമിനെ ഷബാന വിളിച്ച് വിവരം പറഞ്ഞു. അളിയന് രാവിലെ ഇതേപോലെ തന്നെ ഒരു നെഞ്ചുവേദന വന്നെന്നും അതിനുശേഷം ആള് മരണപ്പെട്ടുമെന്നായിരുന്നു ആ ഒരു കോളിൽ പറഞ്ഞത്. വിവരം അറിഞ്ഞ സലീം ഉടനെ തന്നെ ഷബാനയുടെ വീട്ടിലോട്ട് എത്തുകയായിരുന്നു. അവിടെ എത്തി ബോഡി കണ്ടപ്പോൾ സലീമിന് ചില സംശയങ്ങൾ തോന്നുകയായിരുന്നു. അതായത് ആബിദിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് ചെറിയൊരു ചുവന്ന കളറിലുള്ള പാടുണ്ടായിരുന്നു. മേ ബി ഇത് ആരെങ്കിലും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയപ്പോൾ പറ്റിയതാണോ എന്നുള്ളൊരു സംശയം ആൾക്കുണ്ടായിരുന്നു. യെസ്, തൻ്റെ അളിയൻ്റെ മരണത്തിൽ സലീമിന് സംശയം തോന്നുകയായിരുന്നു. ആളുടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ആബിദിന് എന്താണ് പറ്റിയത്? ആരെങ്കിലും ആളെ കൊലപ്പെടുത്തിയതാണോ? അല്ലാന്നുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്കിൽ തന്നെ മരിച്ചതാണോ? പോലീസുകാരെങ്ങനെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസിൻ ദിസ് സൈഡ്. വിവരമറിഞ്ഞ പോലീസുകാർ നേരെ അങ്ങോട്ട് എത്തുകയാണ്. അവരെത്തി നോക്കുമ്പോഴും ഈ ആബിദിൻ്റെ കഴുത്തിലെ ആ ചുവന്ന പാട് അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അതിനുശേഷം ഷബാനയെ അവർ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോഴാണ് ഷബാന ചില കാര്യങ്ങൾ പോലീസുകാരുടെ അടുത്ത് പറയുന്നത്. തൻ്റെ ഹസ്ബൻഡ് ഒരു സെക്സ് അഡിക്റ്റ് ആണെന്നും എന്താ പറയുക, എന്നും വയാഗ്ര പോലുള്ള ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചതിന് ശേഷമാണ് തൻ്റെ അടുത്ത് ബന്ധപ്പെടാൻ വരാറുള്ളതെന്നും കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ ഒരുപാടധികം ടാബ്ലറ്റ്സും മറ്റും കഴിച്ച് തൻ്റെ അടുത്ത് ഇതേപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതിനുശേഷം രാവിലെ ആയുന്ന സമയത്ത് ആൾക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടു. അതിനുശേഷം ആൾ മരിച്ചു എന്നുള്ളൊരു തരത്തിലുള്ളൊരു മൊഴിയായിരുന്നു ഷബാന പോലീസുകാരുടെ അടുത്ത് കൊടുത്തത്. പോലീസുകാർ ഇതെല്ലാം കേട്ടു. എന്നാൽ അവർക്ക് അതത്ര വിശ്വാസയോഗ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. അങ്ങനെ പോലീസുകാർ ആ ഒരു ബോഡി റിക്കവർ ചെയ്ത് ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയാണ്. ഓട്ടോപ്സി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അവർ ചടങ്ങുകളൊക്കെ നടത്തി. അങ്ങനെ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം പോലീസുകാർ മനസ്സിലാക്കിയത്. അതായത് ആബിദിൻ്റെ മരണം ഒരു നോർമൽ ഹാർട്ട് അറ്റാക്ക് മരണമായിരുന്നില്ല. ആരോ ശ്വാസം മുട്ടിച്ചായിരുന്നു അയാളെ കൊലപ്പെടുത്തിയത്. പോലീസുകാർ നേരെ തന്നെ ഷബാനയെ കസ്റ്റഡിയിലെടുക്കുകയാണ്. ഈ കേസിലെ പ്രൈം സസ്പെക്ട് ഷബാനയായിരുന്നു. കാരണം അവസാനമായി ആബിദിനെ ജീവനോടുകൂടി കണ്ടതും അവരാണ്. അതേപോലെ തന്നെ എന്താ പറയുക, മരണവിവരം നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിച്ചതും അവർ തന്നെയായിരുന്നു. അപ്പോൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും മുന്നത്തെ സ്റ്റോറി തന്നെ അവർ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറയായിരുന്നു. അതായത് അന്നത്തെ ദിവസം തൻ്റെ ഹസ്ബൻഡ് ഒരുപാടധികം വയാഗ്ര ടാബ്ലറ്റ് കഴിച്ചു. അതിനുശേഷം തൻ്റെ അടുത്ത് ബന്ധപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ ആവുന്ന ഒരു ടൈമിൽ നെഞ്ചുവേദന വന്നു, മരിച്ചു. ആ ഒരു കഥ തന്നെയായിരുന്നു അവർ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നത്. പോലീസുകാർ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടും ആ ഒരു സ്റ്റോറിയിൽ നിന്ന് അവർ തീരെ മാറിയില്ല. അപ്പോൾ പോലീസുകാർ അടുത്തതായിട്ട് അവരുടെ കോൾ ഡീറ്റെയിൽസും ഫോൺ ഡാറ്റാസും കാര്യങ്ങളും എല്ലാം തന്നെ പരിശോധിക്കുകയായിരുന്നു. ഇവർ ആരോടെങ്കിലും കൂടുതലായിട്ട് സംസാരിച്ചിട്ടുണ്ടോ, ആരെങ്കിലുമായിട്ടും സ്ഥിരമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോഴാണ് പോലീസുകാർക്ക് റഹാൻ എന്ന് പറയുന്ന ഒരു പയ്യനുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നുള്ളത് മനസ്സിലാകുന്നത്. കഴിഞ്ഞ 1 വർഷത്തിലധികമായി ആ ഒരു പയ്യനുമായിട്ട് റെഗുലർ ആയിട്ടുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മണിക്കൂറുകളോളം സംസാരിക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായപ്പോൾ ഈ റഹാനെ കുറിച്ചിങ്ങായിട്ട് പോലീസുകാർ അന്വേഷിക്കുകയാണ്. 27 വയസ്സായിരുന്നു ആ ഒരു പയ്യൻ്റെ പ്രായം. ആ ഒരു സമയത്ത് ആ ഒരു ഏരിയയിൽ തന്നെയായിരുന്നു ആ പയ്യനും താമസിക്കുന്നുണ്ടായിരുന്നത്. സോ പോലീസുകാരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടിയ തെളിവുകളും മറ്റൊക്കെ വെച്ച് ഷബാനയെ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് നീ ഇന്ന പയ്യനുമായിട്ട് ബന്ധത്തിലാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. അങ്ങനെയുള്ള ചോദ്യം ചെയ്യലിൽ ഷബാനക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. അവസാനം നടന്നതെല്ലാം ഷബാന പോലീസിനോട് തുറന്നു പറയുകയായിരുന്നു. ഈ ഷബാനയുടെയും ആബിദിൻ്റെയും കല്യാണം കഴിയുന്നത് ഏകദേശം 10-13 വർഷങ്ങൾക്ക് മുൻപാണ്. ഇവരുടെ രണ്ടുപേരുടെയും ലേറ്റ് മാരേജ് ആയിരുന്നു. അതിനുശേഷം ഒരു 1-2 വർഷത്തിന് ശേഷമാണ് ഇവർക്ക് ഒരു ആൺകുഞ്ഞ് പിറക്കുന്നത്. ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ഏകദേശം 10 വയസ്സായിരുന്നു പ്രായം. കല്യാണം കഴിഞ്ഞ ആദ്യ സമയങ്ങളിൽ ഇവർക്കിടയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ സ്മൂത്തായിട്ടായിരുന്നു ഇവരുടെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. എന്നാൽ കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. പരസ്പരം അടി ഉണ്ടാക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് ഇവരുടെ റിലേഷൻഷിപ്പ് പോവുകയാണ്. ഹസ്ബൻഡിനെ കൂടുതലായിട്ട് ഷബാന വെറുക്കാനായിട്ട് തുടങ്ങി. എന്നാലും
ആൾ അവിടെ നിന്ന് പോയില്ല, അവിടെ തന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ ഹസ്ബൻഡിനോട് അവർക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് 2023 ടൈമിൽ അവർ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് ആക്റ്റീവ് ആകുന്നത്. അതായത് ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ കൂടുതലായിട്ട് ആക്റ്റീവ് ആകാനായിട്ട് തുടങ്ങി. ആ ഒരു സമയത്താണ് അവർ റെഹാനെ പരിചയപ്പെടുന്നത്. ആ സമയത്ത് 25-26 വയസ്സ് പ്രായം മാത്രമേ ആ പയ്യനുണ്ടായിരുന്നുള്ളൂ. ഇവരെന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ പഴയകാല ഫോട്ടോസൊക്കെ ആയിരുന്നു DP ഒക്കെ ആയിട്ട് ഇട്ടിരുന്നത്. സോ റെഹാനും വിചാരിച്ചിരുന്നത് ഒരു ചെറിയ പെൺകുട്ടിയാണെന്നുള്ളൊരു തരത്തിലായിരുന്നു. അല്ലാതെ ഒരു 40 വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീയാണെന്നുള്ളത് ആ ഒരു പയ്യൻ ആദ്യ സമയത്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് റെഹാൻ ഡൽഹിയിൽ ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ ചാറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. പതിയെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. പിന്നീട് ഇവരുടെ ചാറ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീപ്പ് ആവാനായിട്ട് തുടങ്ങുകയാണ്. ഇപ്പോഴൊന്നും ഷബാനയ്ക്ക് ഇത്രയും പ്രായം ഉണ്ടെന്നുള്ളത് ഈ പയ്യനെ അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ച് ഏകദേശം ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഷബാന ഈ ഒരു പയ്യനെ തൻ്റെ വീട്ടിലോട്ട് വിളിക്കുകയാണ്. അതായത് എനിക്ക് നിന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഈ പയ്യനാണെന്നുണ്ടെങ്കിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങി അങ്ങോട്ട് ചെല്ലാമെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഷബാനയുടെ വീട്ടിൽ ആരുമില്ലാത്ത ഒരു ദിവസം ആ പയ്യൻ നേരെ അങ്ങോട്ട് എത്തുകയായിരുന്നു. അവിടെ എത്തി ഷബാനയെ കണ്ടപ്പോൾ ആ പയ്യനെ ആദ്യം ഒന്ന് ഞെട്ടി. കാരണം താൻ ഫോട്ടോയിൽ കണ്ട സ്ത്രീയല്ല ഇവർക്ക് അത്യാവശ്യം പ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഷബാന തൻ്റെ കഥ പറയാനായിട്ട് തുടങ്ങി. കുറച്ച് വർഷങ്ങൾക്ക് മുൻപായിരുന്നു തൻ്റെ വിവാഹം കഴിഞ്ഞത്. ഭർത്താവുമായിട്ട് സ്ഥിരം പ്രശ്നങ്ങളിലാണ്. ഭർത്താവിനോടൊപ്പം എനിക്ക് ജീവിക്കാൻ തീരെ താല്പര്യമില്ല. ആളെ ഒഴിവാക്കിയിട്ട് എനിക്ക് പുതിയൊരു ജീവിതം നയിക്കണം, അതാണ് തൻ്റെ ആഗ്രഹം. തനിക്കൊരു കുഞ്ഞുണ്ട്. അങ്ങനെയുള്ള സകലമായ ഡീറ്റെയിൽസും ഇതുപോലെ തന്നെ ഒരു റെഹാൻ്റെ അടുത്ത് പറയുകയാണ്. ആ ഒരു സമയത്ത് ആ വീട്ടിൽ നിന്ന് പോകാതെ റെഹാൻ അവിടെ തന്നെ നിന്നു. അവർ പറയുന്നതെല്ലാം തന്നെ കേട്ടു. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവരൊരു സ്ത്രീയാണല്ലോ എന്നുള്ള രീതിയിലായിരുന്നിട്ടുണ്ടാകാം ഈ ഒരു റെഹാൻ ചിന്തിച്ചിട്ടുണ്ടാവുക. അന്നത്തെ ദിവസം അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അവിടെ നിന്നാണ് അവരുടെ റിലേഷൻഷിപ്പിൻ്റെ അടുത്തൊരു സ്റ്റേജ് തുടങ്ങുന്നതെന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ ഇൻസിഡൻറ്റോട് കൂടിയിട്ട് ഈ ബന്ധം നിന്നില്ല. അതിനുശേഷം റെഹാൻ ഡൽഹിയിൽ നിന്നും നേരെ UP ഇവരുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടൊരു വാടക വീടെടുത്ത് താമസിക്കാൻ തുടങ്ങുകയാണ്. ആളുടെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ പാരൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഒരൊറ്റ തടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾ അവിടെ വന്നിട്ട് ഓട്ടോ ഓടാനായിട്ട് തുടങ്ങി. ടൈം കിട്ടുമ്പോഴൊക്കെ ഈ ഒരു ഷബാനയുടെ വീട്ടിലോട്ട് പോകാനും അവരുമായിട്ട് എന്താ പറയുക ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും തുടങ്ങി. അങ്ങനെ ഏകദേശം ഒരു വർഷത്തിനടുത്തൊക്കെ ഇത് ആരും അറിയാതെ അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചധികം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ അറിയുമല്ലോ. അത് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷനിലും സംഭവിച്ചത്. അതായത് ഇടയ്ക്കിടെ ഈ ഒരു പയ്യൻ ഈ ഷബാനയുടെ വീട്ടിലോട്ട് വന്നു പോകുന്നത് നൈബേഴ്സിൽ ചിലർ നോട്ട് ചെയ്യുകയാണ്. അവർ ആ ഒരു വിവരം ഈ ആബിദിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. വിവരം പറഞ്ഞ ആബിദ് നേരെ ഷബാനയുടെ അടുത്ത് ചോദിക്കുകയാണ്, ആരാണ് ആ പയ്യൻ, എന്താണ് നീയും അവനും തമ്മിലുള്ള ബന്ധം എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അതിൻ്റെ പേരിൽ അവർക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയായിരുന്നു. ആകെ അടിയായി ആബിദ് ഷബാനെ ഉപദ്രവിച്ചതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഷബാനെ കാണുന്നുണ്ടെങ്കിൽ തൻ്റെ കാമുകനെ കാണാനും പറ്റുന്നില്ല. ഹസ്ബൻഡിൻ്റെ ടോർച്ചറാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ താങ്ങാനും പറ്റുന്നില്ല. സോ ആബിദ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ചിന്ത അവർക്ക് വരികയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ആബിദിനെ ഒഴിവാക്കണം എന്നുള്ള ഒരു ചിന്ത അവർക്ക് വന്നു. അപ്പോൾ ആളെ കൊല്ലുകയല്ലാതെ വേറെ മാർഗമില്ല എന്നുള്ളൊരു തീരുമാനത്തിലോട്ടാണ് അവരെത്തിയത്. അതിനുശേഷം തൻ്റെ ഈ ഒരു പ്ലാൻ റെഹാൻ്റെ അടുത്ത് പറയുകയായിരുന്നു. അതായത് തൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തനിക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല, നമ്മൾക്കാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കാനും പറ്റില്ല. സോ നമ്മൾ അയാളെ ഇല്ലാതാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ളൊരു കാര്യം പറഞ്ഞു റെഹാനെ കൺവിൻസ് ചെയ്തു. റെഹാനാണെന്നുണ്ടെങ്കിൽ അതിന് ഓക്കെ പറയുകയും ചെയ്തു. അടുത്തതായിട്ട് അവർക്ക് വേണ്ടിയിരുന്നത് ഒരു ഹെൽപ്പായിരുന്നു. മേ ബി ഇവർ രണ്ടുപേരെ കൊണ്ടും സാധിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓവർ പവർ ചെയ്യാനായിട്ട് ഒരാളും കൂടെ ഉള്ളത് നല്ലതല്ലേ എന്നുള്ളൊരു ചിന്തയിൽ അവർ ഈ ഒരു ക്രൈമിന് അടുത്തൊരു പാർട്ട്ണറെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു റെഹാന് തൻ്റെ ഫ്രണ്ടായിട്ടുള്ള വികാസിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ആളൊരു ഹോട്ടലിൽ പണിയെടുക്കുകയായിരുന്നു. പൈസക്കാണെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യമുണ്ട്. അങ്ങനെ ആൾ വികാസിനെ വിളിച്ചു, കാണണമെന്ന് പറഞ്ഞു. ആളെ പോയി മീറ്റ് ചെയ്തു. എന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. അതായത് ഇതേപോലെ ഒരാളെ കൊല്ലാണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഏകദേശം 20,000 രൂപയ്ക്ക് ആ ഒരു കൊലപാതകത്തിൽ പങ്കാളിയാകാമെന്ന് വികാസ് ഉറപ്പ് കൊടുക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ റെഹാൻ ഷബാനയുടെ അടുത്ത് കാര്യം പറഞ്ഞു. പൈസ അറേഞ്ച് ചെയ്യാനായിട്ട് പറയുകയാണ്. ഷബാന തൻ്റെ ഗോൾഡും കാര്യങ്ങളൊക്കെ പണയം വെച്ച് പറഞ്ഞ തുക ഇതുപോലെ തന്നെ ഈ ഒരു റെഹാന് കൈമാറുകയും ചെയ്തു. അതിനുശേഷം ഏത് സമയത്ത് കൊല്ലണം, എങ്ങനെ കൊല്ലണം, ഇതിനുശേഷം എങ്ങനെ രക്ഷപ്പെടണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചായി ഇവരുടെ ചർച്ച.
അപ്പോഴാണ് ഷബാന ഒരു കാര്യം പറഞ്ഞത്. അതായത് തൻ്റെ ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, സെക്സ് എൻഹാൻസിങ് ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. സോ അത് നമുക്കൊരു മറയാക്കി വെക്കാം. അതായത് ഇത്തരത്തിൽ കൂടുതലായിട്ട് ടാബ്ലറ്റ്സ് എടുത്തത് കൊണ്ട് ആൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു എന്നുള്ളൊരു തരത്തിൽ നമുക്ക് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം. ആളെ കൊല്ലുന്ന ടൈമിൽ ആളുടെ മേത്ത് വേറെ പാടുകളൊന്നും വരുത്താതെ നോക്കിയാൽ മതി, അങ്ങനെ നമുക്ക് എല്ലാവരെയും കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആ ഒരു ഐഡിയ ഈ ഒരു ഷബാന ബാക്കിയുള്ളവരുടെ അടുത്ത് പറയുകയാണ്. ബാക്കിയുള്ള രണ്ടുപേരും അതിന് ഓക്കെ പറയുകയും ചെയ്തു. അങ്ങനെ അവർ പ്ലാൻ ചെയ്ത ദിവസമെത്തി. ജാനുവരി 17, 2025. തൻ്റെ 10 വയസ്സുള്ള മകൻ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അവർക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ മകനെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലോട്ട് അവർ പറഞ്ഞയക്കുകയും ചെയ്തു. അതിനുശേഷം രാത്രിയായി. അപ്പോൾ ആബിദ് കിടന്നുറങ്ങി. ഷബാനയാണെന്നുണ്ടെങ്കിൽ അന്ന് ഉറങ്ങിയില്ല. ടൈം ആകുന്നതും കാത്തു നിൽക്കുകയായിരുന്നു. ഏകദേശം മിഡ് നൈറ്റ് കഴിഞ്ഞൊരു 1 മണിയൊക്കെ കഴിഞ്ഞ ടൈമിൽ ഇവർ ആബിദ് നന്നായി ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവിടെ നിന്ന് പതിയെ എഴുന്നേറ്റ് പോയിട്ട് ഫ്രണ്ടിലത്തെ ഡോറും കാര്യങ്ങളും തുറക്കുകയാണ്. ഓൾറെഡി ഇവർ ഈ ഒരു രഹാനെയും വികാസിനെയും ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഡോറ് തുറന്നപ്പോൾ അവിടെ ഈ ഒരു വികാസവും രഹാനും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ശബ്ദമുണ്ടാക്കാതെ ആ ഒരു വീടിനകത്തോട്ട് കയറുകയായിരുന്നു. അതിനുശേഷം ഇവർ 3 പേരും കൂടെയും ആ ഒരു ആബിദ് കിടക്കുന്ന മുറിയിലോട്ട് എത്തുകയാണ്. വികാസ് നേരെ തന്നെ അയാളുടെ നെഞ്ചിലോട്ട് കയറിയിരുന്ന് 2 കൈയും ശക്തിയായി പിടിക്കുകയായിരുന്നു. ഈ ഒരു രഹാനാണെന്നുണ്ടെങ്കിൽ അടുത്ത് കിടന്നിരുന്ന ഒരു തലേണയെടുത്ത് ഇയാളുടെ മുഖത്ത് വെച്ച് അമർത്തി. ആ സമയത്ത് ഷബാന ഇയാളുടെ കാലുകളും കൂട്ടിപ്പിടിച്ചു. അങ്ങനെ അവർ തലേണ വെച്ച് ശ്വാസം മുട്ടിച്ച് ആബിദിനെ കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നെ അവർ ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്ന പോലെ തന്നെ വയാഗ്രയുടെ ഒരു സ്ട്രിപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ എടുത്ത് അവർ ഫ്ലഷ് ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ളത് അയാളുടെ പാൻറ്റിൻ്റെ പോക്കറ്റിലിട്ടു. നാളെ പോലീസുകാരോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ വരുന്ന ടൈമിൽ വയാഗ്ര കൂടുതലായിട്ട് കഴിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ഇൻസിഡൻറ്റ് നടന്നത് എന്നുള്ള ഒരു തെളിവിന് വേണ്ടിയിട്ടായിരുന്നു അവർ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. പിന്നീട് ആ ബെഡും കാര്യങ്ങളൊക്കെ അവർ സെറ്റാക്കി. അതായത് സ്ട്രഗിൾ നടന്നതിൻ്റെ തെളിവുകളെല്ലാം തന്നെ അവർ അഴിച്ചു. എന്നിട്ട് ഇവർ രണ്ടുപേരും ഒന്നും അറിയാത്തതുപോലെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്തു. അതിനുശേഷം ഈ ഒരു ഷബാന രാവിലെ നേരം വെളുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുകയാണ്. പിന്നീടാണ് 6 മണി ടൈമിൽ ഇവർ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒച്ച വെക്കുന്നതും അതേപോലെ തന്നെ അയൽവാസികളെ കൂട്ടുന്നതും പിന്നീട് തൻ്റെ ബ്രദറിനെ വിളിച്ചു പറയുന്നതും. എന്നാൽ ഷബാനയുടെ ബ്രദർ വന്ന് ആ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആൾക്ക് സംശയം തോന്നുകയാണ്. ആൾ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. പോലീസുകാർ വന്ന് നോക്കിയപ്പോൾ ഈ ഒരു വയാഗ്രയുടെ ബാക്കി സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇയാളുടെ പോക്കറ്റിൽ നിന്നൊക്കെ കിട്ടിയിട്ടു. എന്നാലും പോലീസിന് അത് വലിയ വിശ്വാസയോഗ്യമായിട്ടുള്ളൊരു സംഗതിയായിട്ട് തോന്നിയില്ല. അങ്ങനെയാണ് ഈ ഒരു കേസിൽ അവർ കൂടുതലായിട്ട് അന്വേഷിക്കുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുന്നതും. അതിനുശേഷം ബാക്കിയുള്ള വികാസിനെയും അതുപോലെ തന്നെ രഹാനെയും കസ്റ്റഡിയിലെടുക്കാനായിട്ട് പോലീസുകാർ ട്രൈ ചെയ്യാണ്. ഇവർ രണ്ടുപേരും ആ സമയത്ത് ഒളിവിൽ പോയിട്ടുണ്ടായിരുന്നു. ആദ്യം പിന്നെ രഹാന പോലീസുകാർ കസ്റ്റഡിയിലെടുത്തു. പിന്നെ കുറച്ച് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു എന്താ പറയുക വികാസിനെ പോലീസുകാർക്ക് പിടികൂടാനായിട്ട് സാധിച്ചത്. ഇപ്പോഴാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ എന്തൊക്കെ ശിക്ഷ കിട്ടുമെന്നുള്ളത് നമ്മൾ നോക്കിയിരുന്ന് തന്നെ കാണേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റജീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.